إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون. സമാദരണീയനായ സത്യവിശ്വാസികൾ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടും വിധം അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്കനുസൃതമായി ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമസ്കാരത്തെക്കുറിച്ചാണ് നാം തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമസ്കാരത്തിലെ തക്ബീറത്തുൽ ഇഹ്റാമും ഫാത്തിഹയുടെ പാരായണവും അതിൻ്റെ അവസാനത്തിൽ ആമീൻ പറയേണ്ടതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും ഒക്കെയാണ് നാം കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. അതിനെ തുടർന്ന് നമുക്ക് ചെയ്യാനുള്ളത്, ഫാത്തിഹ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ വിശുദ്ധ ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പാരായണം ചെയ്യുക എന്നതാണ്. ഒരു സൂറത്ത് മുഴുവനായി ഓതുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആയത്തുകൾ മാത്രമായി പാരായണം ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഖുർആനിൽ നിന്ന് ഫാത്തിഹയ്ക്ക് ശേഷം എന്തെങ്കിലും ഓതുക എന്ന് പറയുന്നത് സുന്നത്തായ കാര്യമാണ്. ഉറക്കെ ഓതേണ്ടുന്ന അവസരങ്ങളിൽ ഇമാം അത് ഉറക്കെ ഓതുകയും മഅ്മൂമുകൾ ഫാത്തിഹ ഓതുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തിനെ തുടരേണ്ടതില്ല. നേരെ മറിച്ച് ആ ആയത്തുകൾ സശ്രദ്ധം കേട്ടിരിക്കുകയാണ് വേണ്ടത്. ഫാത്തിഹ നമ്മൾ പറഞ്ഞു, അത് പാരായണം ചെയ്യുന്ന സമയത്ത് മഅ്മൂമും എന്ത് ചെയ്യണം? ഫാത്തിഹ പാരായണം ചെയ്യണം എന്ന്. ഇമാമ് ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഖുർആനിൻ്റെ പാരായണത്തിലുണ്ട്. അത് മഅ്മൂമിനെ പരിഗണിക്കുക എന്നുള്ളതാണ്. തൻ്റെ പിന്നിൽ നിൽക്കുന്ന മഅ്മൂമിൻ്റെ ആരോഗ്യവും അവരുടെ പരിതസ്ഥിതിയും അനുസരിച്ച് വേണം ഇമാമ് ഖുർആൻ പാരായണം ചെയ്യാൻ. അഥവാ എല്ലാ നമസ്കാരങ്ങളിലും ദീർഘമായി പാരായണം ചെയ്യണം എന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹ് നമസ്കാരത്തിൽ ഇമാമായി നിന്ന് പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ചെറിയ സൂറത്തുകൾ ഓതിക്കൊണ്ട് ആ നമസ്കാരം അവസാനിപ്പിച്ചു. സ്വഹാബിമാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു, അല്ല പ്രവാചകരെ, എന്താണ് ചെറിയ സൂറത്തുകൾ ഓതി അങ്ങ് വേഗത്തിൽ നമസ്കാരം നിർത്തിയത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഞാൻ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു. കൈകെട്ടി ഫാത്തിഹ ഓതുന്ന സമയത്ത് ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു. ആ കുട്ടിയുടെ ഉമ്മ നമ്മളോടൊപ്പം ജമാഅത്തിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ കുട്ടിയുടെ പ്രയാസവും ആ കുട്ടി കരയുന്നത് കാണുമ്പോൾ ഉമ്മക്കുണ്ടാകുന്ന പ്രയാസവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നമസ്കാരം വേഗത്തിൽ അവസാനിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെ നമ്മുടെ പിന്നിൽ നിൽക്കുന്ന ആളുകളുടെ അവസ്ഥ പരിഗണിച്ച് വേണം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട്. അദ്ദേഹം ഇശാ നമസ്കാരത്തിന് നേതൃത്വം നൽകി നിർവഹിച്ചുകൊണ്ട് ദീർഘമായി അദ്ദേഹം പാരായണം ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ പാരായണം ചെയ്ത് നമസ്കാരം തുടരുന്നതിനിടയിൽ ഒരു മനുഷ്യൻ ജമാഅത്തിൽ നിന്ന് മാറി സ്വന്തമായി നമസ്കാരം നിർവഹിച്ച് അദ്ദേഹം വേഗത്തിൽ നമസ്കാരം പൂർത്തിയാക്കി പോയി. ഈ വിവരം അറിഞ്ഞപ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നാഫഖ്ത യാ ഫുലാൻ, ആ മനുഷ്യൻ നിഫാക്ക് കാണിച്ചിരിക്കുന്നു എന്നാണ്. കാരണം ഇമാമിൻ്റെ പിന്നിൽ തുടരുകയും എന്നാൽ ഇമാം നമസ്കാരം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ആ ജമാഅത്തിൽ നിന്ന് പിരിഞ്ഞ് മറ്റൊരു നമസ്കാരം നിർവഹിച്ചു പോവുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഈ വിവരം എത്തിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ മുആദ് അഫത്താനുൻ അൻത, 2 തവണയാണ് ആവർത്തിച്ചത്. യാ മുആദ് അഫത്താനുൻ അൻത, മുആദ് നീ ഒരു കുഴപ്പക്കാരനായി മാറുകയാണോ? നീ ജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളായി മാറുകയാണോ മുആദ് എന്ന് ചോദിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവിടെ കൊണ്ട് അവസാനിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, ഇഖ്റ ബികദ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല വല്ലൈലി ഇദാ യഗ്ഷ. ഇതൊക്കെ ഓതി നമസ്കരിക്കാമല്ലോ. ബഖറ തന്നെ ആദ്യം മുതൽ അവസാനം വരെ ഓതണമെന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലയും വല്ലൈലി ഇദാ യഗ്ഷയും ഒക്കെ 2 റക്അത്തുകളായി ഓതിയും നമസ്കരിക്കാമല്ലോ. പിന്നിൽ നിന്ന് പോയ അദ്ദേഹം പറയാനുള്ള കാരണം, രാവിലെ മുതൽ പകലന്തിയോളം ജോലി ചെയ്ത് പരിക്ഷീണിതനായി ഇശാ ജമാഅത്ത് നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന് വിചാരിച്ച് പള്ളിയിലേക്ക് വന്ന എനിക്ക് ഇശാ ജമാഅത്തിന് ക്ഷീണം കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്, നമ്മുടെ പിന്നിൽ രോഗികളായ ആളുകൾ നിൽക്കുന്നുണ്ടാകും, അതേപോലെ തന്നെ പ്രയാസങ്ങളുള്ള ആളുകളുണ്ടാകും. അവരെയെല്ലാം നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ്. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കൂടി പറയുന്നുണ്ട്, യാ മുആദ് ലാ തകുൻ ഫത്താനൻ, മുആദ് നീ ഒരിക്കലും കുഴപ്പം ഉണ്ടാക്കുന്നവനാകരുത് കേട്ടോ. ഫഇന്നഹു യുസല്ലി വറാഅകൽ കബീർ വൽ ലഈഫ് വദുൽ ഹാജത്തി വൽ മുസാഫിർ. നിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടാകും നമസ്കരിക്കാൻ? പ്രായാധിക്യമുള്ള ആളുകളുണ്ടാവും, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും, വദുൽ ഹാജ അത്യാവശ്യക്കാരുണ്ടാകും, വൽ മുസാഫിർ യാത്ര ചെയ്യുന്ന ആളുകളുണ്ടാകും. ഇവരെയൊക്കെ പരിഗണിച്ച് വേണം നമസ്കരിക്കാൻ എന്നുള്ളതാണ്. എന്ന് വിചാരിച്ച് ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യേണ്ട എന്നുമല്ല, അതിൻ്റെ യുക്തി നമ്മൾ മനസ്സിലാക്കി വേണം കാര്യങ്ങളെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും എന്ന് ഉണർത്തുകയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഒറ്റയ്ക്ക് നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് എത്ര വേണമെങ്കിലും നമുക്ക് നിന്ന് ഓതി നമസ്കരിക്കാം. പക്ഷേ ഒറ്റയ്ക്കുള്ള നമസ്കാരങ്ങൾ പലപ്പോഴും സെക്കൻഡുകളിൽ അവസാനിക്കുകയും ജമാഅത്തുകൾ ദീർഘമായി പോവുകയും ചെയ്യുന്ന രീതിയാണ് കാണുന്നത്. കാരണം എന്താണെന്നറിയോ? നമ്മൾ പൈസ കൊടുത്ത് നിർത്തിയിരിക്കുന്ന ഇമാമിന് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്, ഇന്ന നമസ്കാരം ഇത്ര മിനിറ്റ് നമസ്കരിക്കണം, 10 മിനിറ്റ് ഇശ ഉണ്ടാവണം കേട്ടോ, ഇങ്ങനെ നമ്മൾ അല്ലെങ്കിൽ ഇത്ര ഓതണം എന്നിങ്ങനെ പല സ്ഥലങ്ങളിലും ആളുകളോട് പറഞ്ഞിരിക്കുകയാണ്. അത് ആവശ്യമില്ല. കാരണം പിന്നിൽ നിൽക്കുന്നവനെ പരിഗണിക്കണം എന്നുള്ളതാണ്. വീണ്ടും ആവർത്തിക്കുന്നത്, ഒറ്റക്ക് നിന്ന് നമസ്കരിക്കുന്ന സമയത്ത് അധികമായി നിന്ന് അവനവൻ്റെ ആരോഗ്യത്തിനും താല്പര്യത്തിനും അനുസരിച്ച് ദീർഘമായി ഓതി നമസ്കരിക്കേണ്ടതുമാണ്. ഖുർആനിൻ്റെ പാരായണം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് റുക്കൂ ആണ്. റുക്കൂ നമസ്കാരത്തിൻ്റെ ഒരു റുക്കിനാണ്. ഈ മുസ്തലഹാത്തുകൾ അഥവാ ചില പ്രയോഗങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നത് നമുക്ക് മുൻപ് വിശദീകരിച്ച കാര്യങ്ങൾ ഓർമ്മ വരാനാണ്.
റുക്കിന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നമസ്കാരം 6 റക്അത്ത് നമ്മൾ മാറ്റി നമസ്കരിക്കേണ്ടതാണ് എന്ന് കൂടെ ചേർത്ത് വായിക്കുക. റുക്കൂ എന്ന് പറയുന്നത് നമസ്കാരത്തിൻ്റെ ഒരു റുക്കിനിൽ പെട്ട കാര്യമാണ്. റുക്കൂ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇൻഹിനാ എന്നാണ്. ഇൻഹിനാ എന്ന് പറഞ്ഞാൽ തല കുനിക്കുക എന്നാണ്. തല കുനിക്കുക എന്ന അർത്ഥമാണ് റുക്കൂ എന്ന് പറയുന്ന വാക്കിന് ഉള്ളത്. വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 77-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു റുക്കഉ വസ്ജുദു, അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ ഇർക്കഉ, നിങ്ങൾ റുക്കൂ ചെയ്യുകയും വസ്ജുദു, നിങ്ങൾ സുജൂദ് ചെയ്യുകയും ചെയ്യുക, വഅബ്ദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക, വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ നന്മ പ്രവർത്തിക്കുകയും ചെയ്യുക, നിങ്ങൾ വിജയിക്കുന്നവരായേക്കാം. വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയാണ് റുക്കൂ ചെയ്യുക എന്നുള്ളത്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് ആ തല കുനിച്ചുകൊണ്ടുള്ള വണക്കം അതൊരു ഇബാദത്താണ്. അത് ചെയ്യാൻ പറ്റുന്നത് ആരാധനാഭാവത്തോടു കൂടി അത് ചെയ്യാൻ കഴിയുന്നത് റബ്ബിൻ്റെ മുന്നിൽ മാത്രമാണ്. ഒരു മനുഷ്യൻ മറ്റൊരാളുടെ മുന്നിൽ എന്ത് ചെയ്യാൻ പാടില്ല? ആരാധനാഭാവത്തോടു കൂടി തല കുനിക്കാൻ പാടില്ല എന്നാണ്. അതിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളെയും, ഇനി അതിലേക്ക് എത്തിപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന കാര്യങ്ങളെ വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരുത്സാഹപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റജുലുൻ യാ റസൂലല്ലാഹ്, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, അർറജുലു മിന്നാ യൽകാ അഖാഹു ഔ സദീഖഹു അയൻഹനി ലഹു, പ്രവാചകരെ, ഞങ്ങൾ എൻ്റെ സഹോദരനെ കാണുമ്പോഴോ കൂട്ടുകാരനെ കാണുമ്പോഴോ അവനോട് സലാം പറയുന്നതിനോടൊപ്പം തന്നെ അവൻ കുറച്ച് പ്രായമുള്ളവനോ അല്ലാത്തവനോ ആകട്ടെ, അവൻ്റെ മുന്നിൽ ചെറുതായി ഒന്ന് തല ഇങ്ങനെ കുനിക്കുന്നതിന് പ്രയാസമുണ്ടോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഖാല ല, പാടില്ല എന്നാണ്. അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതൊരു അവകാശമായി ഒരുപക്ഷെ മുതിർന്ന ആളുകൾ പിന്നീട് വ്യാഖ്യാനിക്കുകയും പിന്നീട് അതൊരു ആരാധനാഭാവത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്യുമോ എന്ന ഭയം കൊണ്ട് കടക്കൽ തന്നെ എന്ത് ചെയ്തതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തിവെച്ചതാണ്. അത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. റുക്കൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് തക്ബീറത്തുൽ ഇഹ്റാമിൽ എങ്ങനെയാണോ കൈകൾ ഉയർത്തിയത് അതുപോലെ തന്നെ കൈകൾ ഉയർത്തിയതിന് ശേഷം വേണം റുക്കൂയിലേക്ക് പോകാൻ. പലപ്പോഴും കണ്ടുവരാറുള്ളത് കെട്ടിയ കൈ നേരെ അഴിച്ച് റുക്കൂയിലേക്ക് പോകുന്ന ഒരു രീതി കണ്ടുവരാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം റിപ്പോർട്ട് ചെയ്ത സ്വഹാബിമാരുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൽ 4 ഇടങ്ങളിലാണ് കൈകൾ ഉയർത്തിയതായി കാണാൻ കഴിയുന്നത്. ഒന്നാമത്തത് തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയത്തായിരുന്നു, അഥവാ ആദ്യത്തെ തക്ബീറിൻ്റെ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൾ ഉയർത്തിയിരുന്നു. രണ്ടാമത്തത് റുക്കൂയിലേക്ക് പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൾ ഉയർത്തിയിരുന്നു. മൂന്നാമത്തത് റുക്കൂയിൽ നിന്ന് ഇഅ്തിദാലിലേക്ക് വരുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൾ ഉയർത്തിയിരുന്നു. നാലാമത്തത് രണ്ടിലധികം റക്അത്തുകളുള്ള നമസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിലെ അത്തഹിയാത്തിൽ നിന്ന് ഖിയാമിലേക്ക് വരുന്ന സമയത്ത്, എഴുന്നേറ്റ് വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൾ ഉയർത്തിയിരുന്നു. ഈ 4 സന്ദർഭങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. അത് നഷ്ടപ്പെടുത്താതെ നമ്മൾ നോക്കണം. ഇത് സുന്നത്താണ്. പക്ഷേ നമ്മൾ പഠിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി എന്നാണല്ലോ. നബി എങ്ങനെയാണോ നമസ്കരിച്ചത് അതുപോലെ നിങ്ങളും നമസ്കരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രവാചകൻ എങ്ങനെ നമസ്കരിച്ചോ അത് പരിപൂർണമായ രൂപത്തിൽ നമ്മുടെ നമസ്കാരങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി റുക്കൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ 4 ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 4 ഭാഗങ്ങൾ നമ്മൾ റുക്കൂഇൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തത് കൈപ്പത്തിയാണ്. നമ്മുടെ കൈകൾ കാൽമുട്ടിലാണ് വെക്കേണ്ടത്. വ്യക്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൈയുടെ ഈ വെള്ള ഭാഗം പ്രവാചകൻ പറഞ്ഞതായി കാണാം, ഇദാ റകഅത ഫളഅ റാഹതൈക അലാ റുക്ബതൈക, നീ റുക്കൂ ചെയ്യുകയാണ് എങ്കിൽ നിന്റെ റാഹത്ത് എന്ന് പറയുന്നത് ഈ വെള്ള ഭാഗത്തിനാണ്, ഉള്ളംകൈക്കാണ് റാഹത്ത് എന്ന് പറയാം. നിന്റെ 2 റാഹത്തുകളും നിന്റെ റുക്കുബത്തിൽ വെക്കണം എന്നാണ്. കാൽമുട്ടിനാണ് റുക്കുബത്ത് എന്ന് പറയാം. ആ റുക്കുബത്തിൽ വെക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ പ്രവാചകൻ അതിലിങ്ങനെ ഊന്നി പിടിച്ചു നിൽക്കുന്ന രൂപത്തിൽ ആയിരുന്നു കൈകൾ വെച്ചിരുന്നത് എന്ന്.
മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കൂടിയുണ്ട്, വഫറജ ബൈന അസ്വാബിഅഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലുകളെ അകത്തി പിടിച്ചിരുന്നു എന്നാണ്. അടുപ്പിച്ചല്ല, റുക്കൂയിൽ ഇങ്ങനെയല്ല വിരലുകൾ മുട്ടിൽ മേൽ വെച്ചിരുന്നത്, നേരെ മറിച്ച് വിരലുകൾ അകത്തിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെച്ചിരുന്നത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ ഭാഗം നമ്മുടെ മുതുകാണ്. ഇത് ഇത്ര വിശദമായി പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും മേഖലയിൽ ഒരു സംശയവും വരാതിരിക്കാനാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിന് പൂർണ്ണമായി പ്രവാചകൻ്റെ ചര്യ ഹദീസുകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇതിലും ഞാൻ വിട്ടുപോയ ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ, ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് എങ്കിൽ അത് വിനീതമായി ഉണർത്തുകയും പഠിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബകളിൽ തിരുത്തുകയോ അല്ലെങ്കിൽ വിശദീകരിക്കുകയോ ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് മുതുകാണ്. നമ്മുടെ മുതുക് നീട്ടി വേണം വെക്കാൻ എന്നാണ്. ഈ വരച്ചതുപോലെ നമ്മുടെ മുതുക് ആവാൻ പാടില്ല, ഒരു സ്ലോപ്പ് പോലെയും ആകാൻ പാടില്ല. ഇതിൻ്റെ രണ്ടിനും ഇടയിലായിക്കൊണ്ട് നേരെ വരുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ മുതുക് ഉണ്ടാകേണ്ടുന്നത് എന്നാണ്. വാസിബത്ത് ബിനു മഅബദുൽ അസ്സദി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടു. ഫകാന ഇദാ റകഅ സവ്വ ലഹ്റഹു ഹത്താ ലൗ സുബ്ബ അലൈഹിൽ മാ ലസ്തഖറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടു. പ്രവാചകൻ റുക്കൂ ചെയ്യുന്ന സമയത്ത് പ്രവാചകന്റെ മുതുക് സമമാക്കിയിരുന്നു. ലൗ സുബ്ബ അലൈഹിൽ മാ, ആ പുറത്തേക്ക് അല്പം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ലസ്തഖറ, ആ വെള്ളം അവിടെ ഉണ്ടാവും. ആ വെള്ളം എങ്ങോട്ടും ഒഴുകിപ്പോകാത്ത രൂപത്തിൽ ആ വെള്ളം അവിടെ തന്നെ നിൽക്കും എന്നാണ്. അപ്പോൾ അതുപോലെ സമാന്തരമായിരിക്കണം നമ്മുടെ മുതുക്, അല്ലാതെ എന്തുപോലെ ആകരുത്, ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ മുതുക് ആവാൻ പാടില്ല. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്, ശാരീരികമായ പ്രയാസം ഉള്ള ആളുകൾക്ക് അവിടെയെല്ലാം ഒഴിവുകളുണ്ട്. അവർക്ക് എങ്ങനെയാണോ സാധിക്കുന്നത് ആ രൂപത്തിൽ ചെയ്താൽ മതി. ആരും എന്ത് ചെയ്യണ്ട, എൻ്റെ നമസ്കാരം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് വിചാരിച്ചിട്ട് ഊരെ പൊട്ടിക്കണ്ട. എങ്ങനെയാണോ അവന് സാധിക്കുന്നത്. എന്നാൽ ആരോഗ്യമുള്ള ആളുകൾ, യാതൊരു വിധത്തിലുള്ള പ്രയാസവും ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ രൂപത്തിൽ അവന് തോന്നിയതുപോലെ റുക്കൂ ചെയ്യാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, പ്രവാചകൻ റുക്കൂ ചെയ്ത രീതി അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തത് നമ്മുടെ തലയാണ്. തല പലപ്പോഴും പല ആളുകളും നെഞ്ചിനോട് ചേർത്ത് കുനിഞ്ഞ രൂപത്തിലായിരിക്കും റുക്കൂയിൽ നിൽക്കുക. റുക്കൂയിൽ ഇങ്ങനെ പോയി മുതുക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ താടി നെഞ്ചിലേക്ക് മുട്ടുന്ന രൂപത്തിൽ കുനിഞ്ഞായിരിക്കും ഉണ്ടാവുക. എന്നാൽ താടി എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ തല താഴ്ത്താനോ മുകളിലേക്ക് ഉയർത്താനോ പാടില്ല, നേരെ തന്നെ ആയിരിക്കണം എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസിൽ കാണാം, വകാന ഇദാ റകഅ ലം യുശഖിസ് റഅസഹു വലം യുസവ്വിബുഹു വലാകിൻ ബൈന ദാലിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റുകൂ ചെയ്യുന്ന സമയത്ത് തല കുനിക്കുകയോ തല മുകളിലേക്ക് ഉയർത്തി കിബിലയുടെ ഭാഗത്തേക്ക് നോക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇങ്ങനെ ഉയർത്തി വെക്കുകയോ, എന്നാൽ നമ്മുടെ കാല് കാണുന്ന രൂപത്തിൽ താഴ്ത്തി വെക്കുകയോ ചെയ്തിരുന്നില്ല. സുജൂദിന്റെ ഭാഗം കാണാൻ പറ്റുന്ന രൂപത്തിൽ തല നേരെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെച്ചിരുന്നത്. മുതുകും തലയും സമാന്തരമായി വരുന്ന രൂപത്തിൽ വേണം നമ്മുടെ ശരീരം ഉണ്ടാകാൻ. നാലാമത്തത് നമ്മുടെ കൈമുട്ടുകളാണ്. നമ്മുടെ കൈമുട്ടുകൾ കാലിൽ, പിന്നെ മുട്ടുകാലിൽ നമ്മൾ കൈവച്ച് കഴിഞ്ഞാൽ കൈമുട്ട് എങ്ങനെയായിരിക്കണം വെക്കേണ്ടത് എന്നാണ്. അതിൽ ശ്രദ്ധിക്കേണ്ടുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ പാർശ്വത്തിൽ നിന്ന് അകറ്റി വേണം കൈകൾ വെക്കാൻ. അഥവാ അതിലേക്ക് ഇങ്ങനെ ചേർത്ത് ഒരു സപ്പോർട്ട് ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ കൈകളെ വെക്കാൻ പാടില്ല. നേരെ മറിച്ച് കൈ അകത്തി വെക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വളഅ യദൈഹി അലാ റുക്ബതൈഹി കഅന്നഹു ഖാബിദുൻ അലൈഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ രണ്ട് കൈകളെയും മുട്ടിൽ വെച്ചിരുന്നു. കഅന്നഹു ഖാബിദുൻ അലൈഹ, പ്രവാചകൻ അതിലിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് പോലെയായിരുന്നു മുട്ടിൽ കൈ വെച്ചിരുന്നത്. വവതറ യദൈഹി വനഹാഹുമാ അൻ ജംബൈഹി. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൈകളെ ഒരു വില്ല് പോലെ വെച്ചിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ചേർത്ത് പാർശ്വങ്ങളിലേക്ക് വെച്ചിരുന്നില്ല. ഫനഹാഹുമ അൻ ജംബൈഹി, തൻ്റെ പാർശ്വങ്ങളിൽ നിന്ന് അത് അകറ്റി വെക്കുകയും ചെയ്തിരുന്നു എന്ന് ഹദീസിൽ വന്നതായി കാണാൻ സാധിക്കും. ഇവിടെ ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കൈ ഇങ്ങനെ വളച്ചു വെക്കുന്ന സമയത്ത്
തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് റുക്കൂ ചെയ്യുന്നതിന് പ്രയാസമുണ്ട് എങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? കൈ അങ്ങനെ വളച്ച് ഒരുപാട് വെക്കാൻ പാടില്ല. മറ്റുള്ള ആളുകൾക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കൈകൾ വെക്കാൻ എന്നുകൂടി അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റുക്കൂ ചെയ്യേണ്ടുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കും, പല ആളുകളും ഈ രൂപത്തിലൊന്നും അല്ല എപ്പോഴും നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ റുക്കൂയിലൊന്നും ഈ കണ്ട ശ്രദ്ധ ഒന്നും നമ്മൾ വരുത്താറില്ല. ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും പഠിച്ചാലും അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് എങ്കിലും പലപ്പോഴും നമ്മളിത് ശ്രദ്ധിക്കാറില്ല, വേണ്ട ഗൗരവം കൊടുക്കാറില്ല. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ ഒരു ഹദീസ് കൂടി നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽ വെക്കണം. പ്രവാചകൻ പറഞ്ഞത് അസ്വഉന്നാസി സരിഖത്തല്ലദി യസ്രിഖു മിൻ സ്വലാത്തിഹി. അസ്വഉന്നാസി സരിഖത്തൻ, ഈ കള്ളന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട കള്ളൻ, മോശപ്പെട്ട വാക്ക് അവിടെ യോജിക്കുമെന്നറിയില്ല, ഏറ്റവും വൃത്തികെട്ട കള്ളൻ ആരാണ് എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് ചോദിച്ചതാണ്. അപ്പോൾ എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലദീ യസ്രിഖു മിൻ സ്വലാത്തിഹി, നമസ്കാരത്തിൽ കളവ് നടത്തുന്നവനാണ്, നമസ്കാരത്തിൽ നിന്ന് കളവ് നടത്തുന്നവനാണ് കള്ളന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട കള്ളൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലു, ഇത് കേട്ടപ്പോൾ സ്വഹാബിമാർക്ക് സംശയം ഉണ്ടായി. യാ റസൂലല്ലാഹ് വ കൈഫ യുസ്രിഖു മിൻ സ്വലാത്തിഹി, നബി എങ്ങനെയാണ് ഇപ്പോൾ നമസ്കാരത്തിൽ നിന്നൊക്കെ കക്കുക? കളവ് എന്ന് പറഞ്ഞതിന് നമുക്ക് ഇതുവരെ വെച്ച് പോന്നിട്ടുള്ള ഒരു ധാരണ ഉണ്ടല്ലോ. നമസ്കാരത്തിൽ നിന്നൊക്കെ എങ്ങനെയാണ് കളവ് നടത്തുക എന്ന് ചോദിച്ചപ്പോൾ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുതിമ്മു റുകൂഅഹാ വലാ സുജൂദഹ, റുകൂഉം സുജൂദും എന്ത് ചെയ്യില്ല, പൂർത്തിയാക്കാത്ത ആളാണ്. റുകൂഉം സുജൂദും എങ്ങനെയാണോ ചെയ്യേണ്ടത് ആ രൂപത്തിൽ ചെയ്യാത്ത ആളുകളാണ്. റുക്കൂയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു അടക്കമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജോയിന്റുകളെല്ലാം അതിൻ്റെ കുഴയിൽ തന്നെ വന്ന് വീഴുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയം അതിന് കൊടുക്കണം. അത്രയും സമയം അവിടെ നിന്ന് പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം വേണം എഴുത്തിദാലിലേക്ക് ഉയരാൻ. പക്ഷെ പല ആളുകളും റുക്കൂയിലേക്ക് പോയോ എന്ന് തന്നെ സംശയമായിരിക്കും. പോകുന്നതിന് മുമ്പ് തന്നെ ആള് എഴുത്തിദാലിലേക്ക് എത്തിയിട്ടുണ്ടാവും. എന്നാൽ റുക്കൂയിൽ നിന്നും സുജൂദിൽ നിന്നും കക്കുന്നതാണ് ഏറ്റവും വലിയ മോശപ്പെട്ട കള്ളൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ഇനി നമുക്ക് പറയാനുള്ളത് റുക്കൂയിലെ പ്രാർത്ഥനയാണ്. നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലരും പല രൂപത്തിലുള്ള പ്രാർത്ഥനകളാണ് പറയാം. സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന എന്ന് തുടങ്ങുന്ന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന തുടർച്ചയായി പ്രവാചകന്റെ റുക്കൂകളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നിരുന്നു. പിന്നീട് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് പറഞ്ഞു, ഇജ്അലൂഹാ ഫീ റുക്കൂഇക്കും, ഇനി മുതൽ റുക്കൂഇൽ ഇത് നിങ്ങളുടെ പ്രാർത്ഥന ആക്കിക്കോളൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് നമുക്ക് റുക്കൂഇൽ പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഏത് പ്രാർത്ഥനയും, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറയുന്ന പ്രാർത്ഥനയും റുക്കൂഇൽ പ്രാർത്ഥിക്കാം. അതല്ലാത്ത ധാരാളം പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് വന്നതായി കാണാം. അതൊക്കെയും നമുക്ക് റുക്കൂഇൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ്. ഇനി റുക്കൂഇൽ ഇങ്ങനെ ഈ പ്രാർത്ഥനകളൊക്കെ 3 1 നിർബന്ധമായും, അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 10 ഇങ്ങനെ ഇതൊക്കെ ഇഷ്ടം പോലെ പ്രാർത്ഥിക്കാം, എത്രയും പ്രാർത്ഥിക്കാം സമയമുള്ളതിനനുസരിച്ച്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും സമയമുണ്ടെങ്കിൽ കുറച്ച് ഖുർആൻ ഓതാൻ പറ്റുമോ? റുക്കൂയിലെ ഒരുപാട് സമയം നമുക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ റുക്കൂയിലെ ഈ പ്രാർത്ഥനകളെല്ലാം പഠിച്ചതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, കുറച്ച് ഖുർആനും കൂടെ ഓതാൻ കഴിയും? പാടില്ല എന്നാണ്. അതിന് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു, അല വ ഇന്നി നുഹീതു അൻ അഖറഅൽ ഖുർആന റാകിഅൻ വസാജിദൻ. നിങ്ങൾ അറിയണം, റുക്കൂയിലായിക്കൊണ്ടും സുജൂദിലായിക്കൊണ്ടും ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ ഞാൻ വിരോധിക്കപ്പെട്ടിരിക്കുന്നു, അഥവാ എന്നോട് റബ്ബ് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഇത്രയുമാണ് നമ്മൾ റുക്കൂയിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. അതോടൊപ്പം തന്നെ ആ റുക്കൂയിൽ നിന്ന് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ പ്രത്യേകത കൂടി നമ്മളൊന്ന് മനസ്സിലാക്കും. നമ്മുടെ അഭിമാനത്തിൻ്റെ ഏറ്റവും വലിയ ഭാവമാണ് നമ്മുടെ മുഖം. അത് ഒരാളുടെ മുന്നിലും നമ്മൾ അടിയറവ് വെക്കാറില്ല, കുനിക്കാറില്ല.
അങ്ങനെയുള്ള നമ്മൾ ലോകരക്ഷിതാവായ റബ്ബിൻ്റെ മുന്നിൽ തല ഇങ്ങനെ കുനിച്ചു വെച്ചിട്ട് റബ്ബിനോട് പറയാണ് സുബ്ഹാന റബ്ബി അൽ അദീം. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയാണ് നമ്മൾ സുജൂദിൽ റുക്കൂഇൽ ചെയ്യുന്നത്. ആ പ്രാർത്ഥന ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ഇതിൻ്റെ അർത്ഥവും ആശയവും ഒക്കെ മനസ്സിലാക്കി നമുക്കത് പറയാൻ കഴിയണം. അടുത്തത് റുക്കൂ കഴിഞ്ഞാൽ റുക്കൂഇൽ നിന്ന് ഇഅ്തിദാലാണ്. നമുക്കറിയാം, റുക്കൂഇൽ നിന്ന് നമ്മൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇഅ്തിദാലും നമസ്കാരത്തിൻ്റെ റുക്കിനിൽപ്പെട്ടതാണ്. ഇഅ്തിദാല് നമസ്കാരത്തിൻ്റെ റുക്കിനിൽപ്പെട്ടതാണ്. പ്രത്യേകമായി നമ്മൾ അത് ഓർക്കുക. നമ്മൾ ബാക്കിയുള്ള നമസ്കാരത്തിൻ്റെ ഭാഗങ്ങളിലെല്ലാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് തക്ബീർ ചൊല്ലാറുള്ളത്. എന്നാൽ ഇഅ്തിദാലിലേക്ക് വരുന്ന സമയത്ത് മാത്രം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഇഅ്തിദാലിലേക്ക് വരാൻ എന്നുള്ളതാണ്. ഇഅ്തിദാലിലേക്ക് വരുന്ന സമയത്തും നമ്മൾ റുക്കൂഇൽ ചെയ്തതുപോലെ തന്നെ കൈകൾ ഉയർത്തണം. കൈകൾ ഉയർത്തേണ്ടുന്ന രൂപത്തെക്കുറിച്ച് ഇതിന് മുൻപ് നമ്മൾ വിശദീകരിച്ചതാണ്. തക്ബീറത്തുൽ ഇഹ്റാമിൽ എങ്ങനെയാണോ കൈകൾ ഉയർത്തിയത് ആ രൂപത്തിൽ നമ്മൾ കൈകൾ ഉയർത്തേണ്ടുന്നതാണ്. റുക്കൂഇലുള്ള പ്രാർത്ഥന റബ്ബന വലക്കൽ ഹംദ് അത്രയെങ്കിലും പറയണം. 4 രൂപത്തിൽ ഇത് പ്രാർത്ഥിക്കാം. ചിലരൊക്കെ റബ്ബന ലക്കൽ ഹംദ് എന്ന് പറയാറുണ്ട്, വാവ് ഒഴിവാക്കിയിട്ട്. അതും പ്രാർത്ഥിക്കാവുന്നതാണ്. പിന്നെ അത് പൂർണ്ണമായും പറയുന്ന ആളുകളാണ് ഉണ്ട്. റബ്ബന വലക്കൽ ഹംദ് മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ്. ഇങ്ങനെ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരും വാവ് ഒഴിവാക്കിക്കൊണ്ട് അവിടെയും റബ്ബന ലക്കൽ ഹംദ് മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദു എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളും ഉണ്ട്. ഈ 4 രൂപത്തിലും ആ പ്രാർത്ഥന നിർവഹിക്കാവുന്നതാണ്. അതിൽ യാതൊരു വിധത്തിലുള്ള സംശയവും നമുക്ക് വേണ്ടതില്ല എന്നതാണ്. അതിൻ്റെ ആശയം റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ലക്കൽ ഹംദ് നിനക്കാണ് സർവസ്തുതിയും എന്നാണ്. പൂർണ്ണമായും പറയുന്നവരോ മിൽ അസ്സമാവാതി ആകാശം നിറയെ, വമിൽ അൽ അർള് ഭൂമി നിറയെ, വമിൽ അമാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദു അതിനുശേഷം നീ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ നിറയെ ഹംദ് റബ്ബെ നിനക്ക് മാത്രമാണ്. അതാ പറയണത്. അത് നമുക്കൊരു ബോധ്യം വേണം. അത് ഉൾക്കൊണ്ട് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ആശയം ഓർത്തുകൊണ്ട് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീല് വേറെയാണ്. റബ്ബന ആ റുക്കൂയിൽ നിന്നിങ്ങനെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ? സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്നാണ്. അള്ളാഹുവിനെ സ്തുതിക്കുന്നവന്റെ സ്തുതി റബ്ബ് കേൾക്കട്ടെ, റബ്ബ് അതിന് ഉത്തരം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉയർന്നു വരുന്നത്. ആ ഉയർച്ചയിലാണ് നമ്മൾ പറയുന്നത് റബ്ബന വലക്കൽ ഹംദ്, റബ്ബെ നിനക്ക് മാത്രമാണ് ഹംദ്, വേറൊരാൾക്കും ഹംദില്ല. എല്ലാ സ്തുതിക്കും ഉടമസ്ഥനായിട്ടുള്ളവൻ നീയാണ്. അത് എത്രയെന്ന് എനിക്ക് വർണ്ണിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മിൽ അസ്സമാവാതി ആകാശം നിറയെ. ആകാശമുട്ട എന്നൊക്കെ നമ്മൾ പറയാറില്ല, ചിലപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമാണ്. മിൽ അസ്സമാവാതി വമിൽ അൽ അർള് ഭൂമി നിറയെ. ഇനി അതിനപ്പുറം എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ഈ പ്രപഞ്ചം എത്രയുണ്ടോ അത്രയും ഉൾക്കൊള്ളുന്ന അത്രയും ഹംദ് റബ്ബെ നിനക്കാണ് എന്നാണ് ഒരു വിശ്വാസി തൻ്റെ നമസ്കാരത്തിൽ റബ്ബിനോട് ഇഅ്തിദാലിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കുണ്ടായേക്കാവുന്ന ഒരു സംശയമുണ്ട്. ഇഅ്തിദാലിൽ കൈകൾ ഉയർത്തി, ഇനി ഈ കൈ എന്ത് ചെയ്യണം എന്നുള്ളൊരു സംശയമുണ്ട്. ഈ കൈയിനി താഴ്ത്തി നേരെ വെക്കണോ അതല്ല കെട്ടണോ എന്ന സംശയം ഉണ്ടാവും. നമ്മളിത് രണ്ടും കാണാറുണ്ട് നമസ്കാരത്തിൽ. കെട്ടണം എന്ന അഭിപ്രായവും കൈ നേരെ താഴത്തേക്ക് ഇടണം എന്ന് പറയുന്ന അഭിപ്രായവും പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അതിന് അവർ പറയുന്ന കൈ കെട്ടണം എന്നതിന് ആളുകൾ പറയുന്ന പണ്ഡിതന്മാർ പറയുന്ന തെളിവ് എന്ന് പറയുന്നത് അൻ സഹ്ൽ ബിൻ സഅദ് സാഇദി റളിയല്ലാഹു അൻഹു ആ സ്വഹാബി പറയുന്നതായി കാണാൻ സാധിക്കും. അന്നഹു ഖാൽ, അദ്ദേഹം പറഞ്ഞത് കാന നാസു യുമറൂന അൻ യലഅ റജുലു യദഹു അൽ യുംന അലാ ദിറാഇഹി അൽ യുസ്റ ഫി സ്വല. ഒരു പൊതുവായ ഒരു കാര്യം മാത്രമേ പറഞ്ഞു വെച്ചുള്ളൂ. ആളുകൾ കൽപ്പിക്കപ്പെട്ടു നമസ്കാരത്തിൽ അവരുടെ ഇടം കൈക്ക് മുകളിൽ വലം കൈ വെക്കണം എന്ന്. അഥവാ നമ്മൾ കൈ കെട്ടുന്ന സമയത്ത് എങ്ങനെയാണോ കൈ വെക്കുന്നത് അതുപോലെ ഇത് ഇഅ്തിദാലിൽ വെക്കണം എന്നല്ലട്ടോ. ഇഅ്തിദാലിൽ അങ്ങനെ വെക്കണം എന്നല്ല ഹദീസിലുള്ളത്. നേരെ മറിച്ച് എന്താണ്, നമസ്കാരത്തിൽ അങ്ങനെ കൈ വെക്കണം എന്ന് ജനങ്ങൾ കൽപ്പിക്കപ്പെട്ടു എന്നാണ്.
എന്നിട്ട് ഈ കൈ കെട്ടണം എന്ന് അഭിപ്രായമുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് റുക്കൂഇന് മുൻപോ റുക്കൂഇന് ശേഷമോ എന്ന് ഇതിൽ പറയാത്തത് കൊണ്ട് രണ്ട് സ്ഥലത്തും എന്ത് വെക്കണം, കൈ കെട്ടണം എന്ന് അവരഭിപ്രായം പറഞ്ഞു. എന്നാൽ കൈ താഴ്ത്തിയിടണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത് റുക്കൂഇന് മുൻപ് തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ കെട്ടേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാതൃകയുള്ളത് കൊണ്ടും റുക്കൂഇന് ശേഷം കൈ കെട്ടണം എന്ന് പറയാത്തത് കൊണ്ടും എന്തു ചെയ്യണം, കൈ താഴ്ത്തിയിടണം എന്നാണ് അവരുടെ അഭിപ്രായം. ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം രണ്ടാമത്തതാണ്, കൈ താഴ്ത്തിയിടണം എന്ന അഭിപ്രായക്കാരാണ് ഭൂരിപക്ഷം. അല്ലാഹു അലം. ആ രൂപത്തിലാണ് നമുക്ക് വായനയിൽ നിന്ന് പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ രണ്ട് അഭിപ്രായമുള്ള പണ്ഡിതന്മാർ ഉണ്ടായിരിക്കെ തന്നെ അവർക്ക് ഈ വിഷയങ്ങളിൽ പരസ്പരം തർക്കങ്ങളൊന്നുമില്ല. അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരിക്കെ തന്നെ അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ല. ഇതൊക്കെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അറബിയിലൊരു പ്രയോഗമുണ്ട് ഇങ്ങനെ, ഇഖ്തിലാഫുൽ അവാമി ഇഖ്തിലാഫുൽ ഖുലൂബ്. ഈ സാധാരണക്കാർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, വ്യത്യാസം എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ഇഖ്തിലാഫുൽ ഖുലൂബ്, ഹൃദയങ്ങളുടെ അഭിപ്രായ വ്യത്യാസമാണ്. നമുക്കൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഹൃദയം കൊണ്ട് അവനെ അങ്ങ് വെറുക്കും. പിന്നെ അവനുമായിട്ട് ഇത് ചെയ്യുന്ന ആളോട് ഞാൻ എന്തിന് എന്ന രൂപത്തിൽ വലിയ രൂപത്തിലുള്ള ഒരു അകൽച്ച സാധാരണക്കാരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ ഉണ്ടാകും. എന്നാൽ വഖ്തിലാഫുൽ ഉലമാഇ ഇഖ്തിലാഫുൽ ഉഖൂൽ, പക്ഷെ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ഭൗതികമായ അഭിപ്രായ വ്യത്യാസം മാത്രമാണ്. അവർക്കിടയിൽ വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിള്ളലുകളും വീഴ്ചകളും ഉണ്ടാവുകയേ ഇല്ല. അവർ ഭൗതികമായി അതിനെ കാണുകയും വ്യക്തിപരമായ ബന്ധങ്ങളെ നല്ല രൂപത്തിൽ ഇണക്കി കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. പക്ഷേ സാധാരണക്കാരോ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ പിന്നെ അവൻ്റെ എല്ലാം ചകഞ്ഞെടുക്കും. പണ്ടെഴുതിയ ലേഖനം, അതിനു മുൻപ് എഴുതിയത്, ഇങ്ങനെ ഓരോ സമയത്തും പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം എടുത്തിട്ട് എന്തൊക്കെ അവനെക്കുറിച്ച് പറയാമോ അതെല്ലാം പറയും. അയാൾ മരിച്ചു കഴിഞ്ഞാലോ നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയുകയും ചെയ്യും. ഇത് സാധാരണക്കാർക്കിടയിൽ ഉണ്ടാവും, പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടാവില്ല, ഉണ്ടാവരുത് എന്നാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്നത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്നത് ഇമാം അഹ്മദ് ഇബ്നു ഹംബലിൻ്റെ ഗുരുവാണ്. ഇമാം ഷാഫിയുടെ ശിഷ്യനാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ. എന്നാൽ ഇവർക്ക് രണ്ടു പേർക്കും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം അഹ്മദ് ഇബ്നു ഹംബലിനെ കുറിച്ച് പറഞ്ഞത്, ഹദീസിൽ വളരെ അധികം പാണ്ഡിത്യമുള്ള ആളാണ് അഹ്മദ് എന്നാണ്. ഹദീസിൻ്റെ കാര്യത്തിൽ വലിയ പാണ്ഡിത്യമുള്ള ആളാണ് ഇമാം അഹ്മദ് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയും, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞത്, ലൗല ശാഫിഈ ലമാ ഫഖിഹ്നൽ ഹദീസ്, ഷാഫി ഇമാമങ്ങാനം ഇല്ലായിരുന്നുവെങ്കിൽ ഹദീസിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ്. അപ്പോൾ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പല വിഷയങ്ങളിൽ പലയിടങ്ങളിൽ ഉണ്ടായിരിക്കെ തന്നെ ഇമാം ഷാഫി പറയുന്നുണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട്, സ്വഹീഹായ ഏതെങ്കിലും ഹദീസ് നിനക്ക് കിട്ടുകയാണെങ്കിൽ ആ വിവരം എന്നെയും കൂടെ അറിയിക്കണേ. ആരാ പറയണത്? ഗുരു ശിഷ്യനോട് പറയുന്ന വർത്തമാനമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയുന്നുണ്ട്, ഞാൻ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും 4 ആളുകൾക്ക് വേണ്ടി ഒരിക്കലും മറക്കാതെ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൽ ഒന്ന് എൻ്റെ ഗുരുവായ ഇമാം ഷാഫി ആയിരുന്നു എന്ന്. അപ്പോൾ ആ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ഭൗതിക തലത്തിൽ മാത്രമാണ്. അതിന് നമ്മൾ പരസ്പരം അതിലേതെങ്കിലും ഒന്ന് ഏറ്റുപിടിച്ചിട്ട്, പ്രത്യേകിച്ച് ഈ രൂപത്തിലുള്ള കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ബന്ധം മുറിക്കലുകളും ഉണ്ടാക്കേണ്ടതില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഇത് ആദർശത്തിൻ്റെ വിഷയത്തിലല്ല, ഈ രൂപത്തിൽ സാധ്യമായ മേഖലകളിൽ മാത്രമാണ്. അതുകൊണ്ട് അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മുടെ നമസ്കാരങ്ങളെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്.
ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 79 വർഷങ്ങൾ പൂർത്തിയാക്കി 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് നാളെ. ആ ആഘോഷത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമ്മുടെ നാടുകളിൽ പല ഇടങ്ങളിലായി നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ദിവസത്തെ ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ആഘോഷിക്കുന്ന ആഘോഷം അത് നമുക്ക് ലഭ്യമാക്കിയത് എത്ര വലിയ മഹത്തായ അനുഗ്രഹം ആണ് എന്ന്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത വല്ലാത്ത ഒരു അനുഗ്രഹമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം സ്വാതന്ത്ര്യം, ഒരു നാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യത്തിലൂടെ ലഭിക്കുന്നത് നിർഭയത്വമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, നമ്മുടെ നാട്ടിൽ സ്ഥലം വാങ്ങാനും വീട് വെക്കാനും അതിൽ താമസിക്കാനുമൊക്കെയുള്ള സൗകര്യം, സ്വാതന്ത്ര്യം. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യം, നമ്മുടെ ഭരണകൂടം എന്തെല്ലാം സംവിധാനങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഗുണഭോക്താക്കളാകാനുള്ള സ്വാതന്ത്ര്യം. അതോടൊപ്പം തന്നെ നമ്മുടെ മതം അനുഷ്ഠിക്കാനും നമ്മുടെ മതം പ്രചരിപ്പിക്കാനും ആരാധനാലയങ്ങൾ നിർമ്മിക്കാനും ആരാധനാലയങ്ങളിൽ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാനും മദ്രസകൾ ഉണ്ടാക്കാനും മദ്രസകളിൽ പഠനം നടത്തുവാനും ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് വല്ലാത്ത ഒരു നിർഭയത്വമാണ്. നിർഭയത്വം കൊണ്ടാണ് സുഖമായി സുന്ദരമായി നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. ഇത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ യാത്രകളിൽ ചില വിലക്കുകളും ചില അതിരുകളും എല്ലാം ഇടപെടുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. നമ്മൾ റോഹിംഗ്യൻ മുസ്ലിങ്ങളെക്കുറിച്ച് മുൻപ് സൂചിപ്പിച്ചപ്പോൾ നമുക്കത് ബോധ്യമായിട്ടുണ്ടാവും. ആ ജനങ്ങൾ എത്ര പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ അവസാനത്തിലാണ് അവർ നാട് വിട്ട് അത്രയും ദുഷ്കരമായ ഒരു പലായനത്തിന് ഒരുങ്ങിയത് എന്ന്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിൻ്റെ, അതിലൂടെ ലഭിക്കുന്ന അമ്നിൻ്റെ, നിർഭയത്വത്തിൻ്റെ മഹത്വം തിരിച്ചറിയാൻ നമ്മൾ കഴിയണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന തന്നെ അതാണ്. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. അല്ലാഹുവേ, ഈ നാടിനെ നിർഭയത്വമുള്ള ഒരു നാടാക്കണേ എന്നാണ്. അതിന് ശേഷമാണ് ഇബ്രാഹിം നബി വർസുഖ് അഹ്ലഹു എന്ന് പറഞ്ഞത്. നിർഭയത്വം ചോദിച്ചതിന് ശേഷമാണ് ഭക്ഷണം ചോദിച്ചത്, ഉപജീവനം ചോദിച്ചത്. കാരണം നമുക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കെ നിർഭയത്വം നഷ്ടപ്പെട്ടു പോയാൽ അതൊന്നും ആസ്വദിക്കാൻ നമുക്ക് കഴിയില്ല എന്ന ബോധ്യം വേണം. ആ നിർഭയത്വം നമുക്ക് നൽകുന്നത് നമ്മുടെ നാടിൻ്റെ നമുക്ക് ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുപോലെ തന്നെ വിശ്വാസികൾക്ക് അവനവൻ ജീവിക്കുന്ന നാടിനോട് വല്ലാത്ത ഒരു ആത്മാർത്ഥതയും ബന്ധവും സ്നേഹവും പുലർത്തേണ്ടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് നിർബന്ധിതമായി നാട് വിട്ട് മദീനയിലേക്ക് പോകേണ്ടി വരുന്ന സമയത്ത് മക്കയുടെ അതിർത്തിയിൽ ചെന്ന് മക്കയെ നോക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വർത്തമാനമുണ്ടല്ലോ, വല്ലാഹി ഇന്നക ലഖൈറുൽ അർളില്ലാ വ അഹബ്ബുൽ അർളില്ലാഹി ഇലല്ലാഹ് വലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു. പടച്ചവനാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം നീയാണ്. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഈ രാജ്യം തന്നെയാണ് എനിക്കും പ്രിയപ്പെട്ടത്. പക്ഷേ എന്നെ ഇവിടെ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനൊരിക്കലും ഈ നാട് വിട്ടു പോവുകയില്ലായിരുന്നു എന്നാണ്. അത് ഒരു വിശ്വാസിക്ക് തൻ്റെ നാടിനോടുള്ള സ്നേഹം എത്രമാത്രം ആയിരിക്കണം എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ നാടിനോട് നമുക്ക് സ്നേഹമുണ്ടാവണം. ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടുന്നത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ടാണ്, നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ്, കടമകൾ നിർവഹിച്ചുകൊണ്ടാണ്, ബാധ്യതകൾ ഏറ്റെടുത്തുകൊണ്ടാണ്. ഈ രൂപത്തിൽ രാജ്യത്തിനോട് സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതുമാത്രം പോരാ, നമുക്ക് സ്വാതന്ത്ര്യത്തിലൂടെ ലഭിച്ച നിർഭയത്വം തൊട്ടടുത്തുള്ള ആൾക്കുകൂടി വകവെച്ച് നൽകാൻ നമുക്ക് കഴിയണം. നമ്മൾ നിർഭയത്തിലാകുകയും
അടുത്തുള്ള ആളെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വല്ലാഹി ലാ യുക്മിൻ വല്ലാഹി ലാ യുക്മിൻ വല്ലാഹി ലാ യുക്മിൻ അല്ലദീ ലാ യഅ്മനു ജാറഹു ബവാഇഖഹു. അള്ളാഹുവാണ് ഒരാളും വിശ്വാസിയാവില്ല കേട്ടോ. 3 തവണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആവർത്തിച്ചത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, തൻ്റെ ഉപദ്രവത്തിൽ നിന്ന് തൻ്റെ അയൽവാസി, തൻ്റെ അടുത്ത് ജീവിക്കുന്നവൻ, തൻ്റെ സഹപാഠി, തൻ്റെ സഹപ്രവർത്തകൻ, അവൻ നിർഭയനാകുന്നതുവരെ ഒരാളും വിശ്വാസിയാവുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിർഭയത്വം എന്ന് പറയുന്നത് അനുഭവിക്കുന്നതിനോടൊപ്പം അനുഭവിപ്പിക്കാൻ കൂടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ സ്വാതന്ത്ര്യത്തെ മനസ്സിലാക്കുവാനും ജീവിക്കുന്ന നാടിനോട് അങ്ങേയറ്റം സ്നേഹവും ആദരവും കടമയും പുലർത്തുന്ന ആളുകളും ആകാൻ വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ബാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ, അവരുടെ രോഗങ്ങളെയെല്ലാം അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ധാരാളം ആളുകൾ, കഴിഞ്ഞ ആഴ്ചയിലും നമ്മോട് വിട പറഞ്ഞിട്ടുള്ള, പണ്ഡിത ലോകത്തിന് ഏറെ സംഭാവനകൾ നൽകിയിട്ടുള്ള അബ്ദുൽ ഹമീദ് മദീനി എൻ്റെ ഉസ്താദ് കൂടിയാണ്. മദീനയിൽ ആ കാലത്ത് പോയി വിദ്യ അഭ്യസിക്കുകയും അത് തൻ്റെ നാട്ടിൽ വന്ന് ഇവിടെയുള്ള ആളുകൾക്ക് പ്രസരണം ചെയ്യുകയും ചെയ്ത മഹാപണ്ഡിതനാണ്. അള്ളാഹുവേ, അദ്ദേഹത്തിൻ്റെ പാപങ്ങളെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണമെന്നതാ. അദ്ദേഹത്തിൻ്റെ ഇൽമ് എന്നും ജനങ്ങളിലേക്ക് വെളിച്ചം വിതറുകയും ആ വെളിച്ചത്തിൻ്റെ ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണമേ തമ്പുരാൻ. അദ്ദേഹത്തിന് ജന്നാത്തുൽ ഫിർദൗസ് നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാൻ. ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله.